പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, യാചന നൽകുന്ന ദൈവം, പ്രാർത്ഥന കേട്ടങ്ങടിയാതൻ യാചന നൽകിയനുഗ്രഹിക്കൂ. പ്രാർത്ഥന കേട്ടങ്ങടിയാതൻ യാചന നൽകിയനുഗ്രഹിക്കൂ. എൻ ദൈവമേ, എൻ രക്ഷകാ, എൻ നാഥനേ, എൻ യേശുവേ, നിൻ സന്നിധിയിൽ കുമ്പിടും ഞാൻ, തൃപ്പാദങ്ങൾ മുത്തിടുന്നു. കണ്ണുയർത്തുന്നു ഞങ്ങൾ, കൈകൾ മലർത്തും നിൻ മുൻപിൽ. കണ്ണുയർത്തുന്നു ഞങ്ങൾ, കൈകൾ മലർത്തും നിൻ മുൻപിൽ. ആത്മശരീര മനസ്സുകൾ സന്നിധം അർപ്പിച്ചു കുമ്പിടുന്നു. ആത്മശരീര മനസ്സുകൾ സന്നിധം അർപ്പിച്ചു കുമ്പിടുന്നു. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട മക്കളെ, 2021 OVS നവമാധ്യമങ്ങളിലൂടെ നമ്മൾ നേരിടുകയാണ്. വ്യത്യസ്തമായ ജീവിത ശൈലിയിലൂടെ നമ്മളെല്ലാവരും സഞ്ചരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആരാധന ജീവിതം, നമ്മുടെ പഠനം, ഇതെല്ലാം വ്യത്യസ്തമായ ഒരു രീതിയിലാണ് നമ്മളെല്ലാം ഇന്ന് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് COVID-19 മഹാമാരിയുടെ ഈ കാലയളവിൽ നമ്മുടെ ജീവിതത്തിനൊക്കെ ഒരുപാട് വ്യത്യസ്തമായ രീതികളും വ്യത്യസ്തമായ ചിന്തകൾ കൊണ്ടൊക്കെ നമ്മൾ അഭിമുഖീകരിച്ച് തുടങ്ങി. OVS നാളിതുവരെയും നമ്മളെല്ലാവരും നേരിട്ട് കാണുകയും സംസാരിക്കുകയും സ്നേഹവിരുന്നിലൂടെയും മറ്റ് പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും പാട്ട് പഠിക്കുകയും ധ്യാനം കേൾക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലം. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാലത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. ഈ വർഷത്തെ OVS ദൈവഹിതം തിരിച്ചറിയുകയും എന്നാണ് നമ്മുടെ OVSന്റെ തീം. തീർച്ചയായിട്ടും ദൈവഹിതം തിരിച്ചറിയേണ്ട ഒരു കാലത്താണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. അത് നമ്മൾ എത്രമാത്രം ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ചും നമ്മളായിരിക്കുന്ന ഈ കാലത്ത് എങ്ങനെയാണ് ദൈവകൃപയുടെ വ്യാപാരം എങ്ങനെയാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാലത്ത് നിൽക്കുകയാണ്. ഇന്ന് ഞങ്ങളോട് കൂടി അല്പനേരം ധ്യാന വിഷയമായിട്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്താവിഷയം അന്യോന്യം ധൈര്യപ്പെടുത്തുകയും എന്നുള്ളതാണ്. കോവിഡിൻ്റെ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ഭയമുണ്ട്. ഈ രോഗം പടരുമോ, രോഗം നമുക്ക് പിടിക്കുമോ, നമുക്ക് നഷ്ടപ്പെടൽ അഭിമുഖീകരിക്കേണ്ടി വരുമോ, ഇതൊക്കെ നമ്മുടെയൊക്കെ ആലോചനയിലും ചിന്തയിലൊക്കെ കടന്നു പോകുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ക്രിസ്ത്യാനികളായ നമ്മളെല്ലാവരും യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും വേദപുസ്തകത്തിലൂടെയും കഥകളിലൂടെയൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അന്യോന്യം എങ്ങനെയാണ് ധൈര്യപ്പെടുത്തുക? വിശുദ്ധ വേദപുസ്തകം ആകമാനം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും,
അനേക കഥാപാത്രങ്ങളുണ്ട്. അവരുടെ പ്രയാസഘട്ടത്തിലൊക്കെ ഇരിക്കുമ്പോൾ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്നതായ രംഗങ്ങളൊക്കെ ഒരുപാട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ ഒന്നാമത്തേതായിട്ട് പഴയ നിയമത്തിൽ യോസഫിൻ്റെ കഥയാണ്. പൊത്തിഫേറിൻ്റെ ഭാര്യ യോസഫിനെ വഞ്ചിക്കുകയും കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ചെയ്യുമ്പോൾ തൻ്റെ കൂടെ ഇരുന്ന കാരാഗ്രഹത്തിലിരുന്ന 2 സഹവാസികളെ അവർ വളരെയധികം വിഷമത്തിലായിരിക്കുമ്പോൾ യോസഫ് അവരെ ധൈര്യപ്പെടുത്തുന്ന രംഗമുണ്ട്, അവരെ ആശ്വസിപ്പിക്കുന്ന രംഗമുണ്ട്. കൂടെയുള്ള ആളാണ്, അവരൊരുമിച്ച് കാരാഗ്രഹത്തിലിരിക്കുകയാണ്. മറ്റുള്ളവർ 2 വ്യക്തികൾ തെറ്റ് ചെയ്തെങ്കിൽ ഇത് ഒരു തെറ്റും ചെയ്യാത്ത ഈ വ്യക്തി മറ്റുള്ളവരെ തെറ്റ് ചെയ്തവരെ ആശ്വസിപ്പിക്കുകയാണ്, അവരെ ധൈര്യപ്പെടുത്തുകയാണ്. നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ സ്ഥലത്തിലേക്ക് തന്നെ, നിങ്ങളുടെ പദവിയിലേക്ക് തന്നെ തിരിച്ച് കയറും എന്ന് വലിയൊരു ധൈര്യപ്പെടുത്തൽ നൽകുന്നുണ്ട്. ദൈവത്തിൻ്റെ കൃപയുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവർക്ക് ഒരു പോസിറ്റീവ് എനർജി, അവർക്കൊരു ഉന്മേഷവും പ്രചോദനവും കൊടുക്കുവാൻ സാധിക്കുന്നു. വേദപുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ, പല ഇങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. സമയോചിതമായി ഇടപെടലുകൾ മൂലം മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. പ്രയാസത്തിലിരിക്കുന്നവർ, രോഗത്തിലിരിക്കുന്നവർ, നഷ്ടപ്പെട്ട് പോയവർ, ഇവർക്കൊക്കെ ആശ്വാസവും സ്വസ്ഥതയും നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. വീണ്ടും പഴയ നിയമത്തിൽ 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ചെന്ന് കയറുമ്പോൾ അവിടെ എൽക്കാനായും പെനീനായും 2 കഥാപാത്രങ്ങളുണ്ട്. എൽക്കാനായിക്ക് 2 ഭാര്യമാരാണ്. പെനീനായുണ്ട്, ഹന്നായുണ്ട്. ഹന്നായിക്ക് മക്കളില്ല, എന്നും വിഷമിക്കും. അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ എൽക്കാന ഹന്നായെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നിനക്ക് 10 പുത്രന്മാരുടെ സമനാണല്ലോ ഞാൻ എന്ന് പലപ്പോഴും ഹന്ന പറയുന്നുണ്ട്, എൽക്കാന പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ആളുകളെയൊക്കെ നമ്മൾ കണ്ടുമുട്ടും. പ്രയാസത്തിൽ, ബുദ്ധിമുട്ടിലിരിക്കുന്ന ആളുകളെ കണ്ടുമുട്ടും. അവരെയെല്ലാം ആശ്വസിപ്പിക്കാനും അവർക്ക് ധൈര്യം കൊടുക്കുവാനുള്ള വലിയ ഉത്തരവാദിത്തം നമുക്കെല്ലാവർക്കും ഉണ്ട്. ദൈവ കൃപയെക്കുറിച്ചുള്ള ധൈര്യപ്പെടുത്തലാണ് രണ്ടാമത്. ദൈവത്തിൻ്റെ കൃപ മോശയുടെ പഞ്ചഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇസ്രായേൽ മക്കളെ മോശ ധൈര്യപ്പെടുത്തുന്നുണ്ട്. അവർ കനാൻ ദേശത്തേക്ക് ചെന്ന് കയറുന്നതിന് മുമ്പും മോശ അവരെ ധൈര്യപ്പെടുത്തുന്നുണ്ട്. ചെങ്കടലിൻ്റെ തീരത്തിലൂടെ അവരെ നടത്തുമ്പോഴും അവരെ ധൈര്യപ്പെടുത്തുന്നുണ്ട്. സത്യത്തിൽ ദൈവകൃപയുള്ള ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ ഉള്ളിൽ പ്രകാശം പടർത്തുവാനും അവർക്ക് ധൈര്യവും ഉറപ്പും വീര്യവും കൊടുക്കാനും സാധിക്കും. എന്നെ കേൾക്കുന്ന മക്കളെ, നമ്മുടെ ഈ ജീവിതം അത് മറ്റുള്ളവർക്ക് സമയോചിതമായി അവരുടെ പ്രയാസഘട്ടങ്ങളിലൊക്കെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ശക്തിയും കൊണ്ട് മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുവാനും മറ്റുള്ളവരെ പ്രചോദനം കൊടുക്കുവാനും മറ്റുള്ളവരെ ഉയർത്തിപ്പിടിക്കുവാനുള്ള കൃപ നമുക്കെല്ലാവർക്കും ദൈവം തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കോവിഡിൻ്റെ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കെല്ലാവർക്കും ആശ്വാസവും സ്വസ്ഥതയും പ്രപഞ്ചത്തിനൊക്കെ സമാധാനം നൽകട്ടെ. രോഗികളായവർക്ക് നമ്മുടെ വാക്കുകൾ ആശ്വാസമായി ഭവിക്കട്ടെ. അവർ ശുശ്രൂഷിക്കുന്ന കൈകൾക്കൊക്കെ ദൈവം തമ്പുരാൻ ഇനിയും കൃപയും ശക്തിയും നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. കാരുണ്യവാനും സ്വർഗസ്ഥനുമായ ദൈവമേ, അനുഗ്രഹമുള്ള ഈ ദിവസത്തെ അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രയാസത്തിൻ്റെ ഘട്ടത്തിലായിരിക്കുന്ന സകലരെയും തിരുമുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രോഗികളായവര്, അനാഥരായവര്, വിധവകളായവര്, മറ്റ് പ്രയാസങ്ങളായിരിക്കുന്നവരെ സകലരെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവമേ, അവരെ ധൈര്യപ്പെടുത്തുവാൻ ഉള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. സമയോചിതമായി അവിടുത്തെ കൃപ അവരിൽ പരിലസിക്കുവാൻ അവിടുന്ന് കൃപ നൽകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, അവിടെ ഞങ്ങൾ സഹായിക്കണമേ. നിന്റെ കൃപയെക്കുറിച്ചുള്ള ധൈര്യപ്പെടുത്തൽ അബ്രഹാം ഇസഹാക്കിന് ധൈര്യപ്പെടുത്തിയതുപോലെ ദൈവമേ, ഞങ്ങളുടെ സകലരെയും തിരുമുമ്പാകെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ധൈര്യം നൽകണമേ, കൃപ നൽകണമേ. മറ്റുള്ളവർക്ക് ആശ്വാസവും സ്വസ്ഥതയും നൽകുവാൻ
അവിടെ ഞാൻ കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട സൺഡേ സ്കൂൾ പ്രവർത്തകരെ, മെയ് മാസം 16-ാം തീയതി ഈ വർഷം സൺഡേ സ്കൂൾ ദിനമായി നാം ആചരിക്കുന്നു. സൺഡേ സ്കൂൾ ദിനത്തിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ബാവാതിരുമേനിയുടെ കൽപ്പന ഇതിനോടകം നമ്മുടെ പള്ളികളിൽ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ പള്ളികളിലെ ഗ്രൂപ്പുകളിൽ കൽപ്പന എല്ലാവർക്കും ലഭിക്കത്തക്ക രീതിയിൽ അയച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ബഹുമാന്യരായ എല്ലാ സൺഡേ സ്കൂൾ അധ്യാപകരും ഈ സൺഡേ സ്കൂൾ ദിനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിർവഹിക്കുന്ന ഈ ശുശ്രൂഷ ഏറ്റവും ആത്മാർത്ഥമായി നിർവഹിക്കുവാനുള്ള പ്രചോദനം ഈ ദിവസം നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗാരോഹണ പെരുന്നാളിനും പെന്തിക്കോസ്തി പെരുന്നാളിനും ഇടയ്ക്കുള്ള ദിവസങ്ങൾ കാത്തിരിപ്പിൻ്റെ ദിനങ്ങളാണല്ലോ. കാത്തിരിപ്പിൻ്റെ ദിനങ്ങളിലാണ് മെയ് 16-ാം തീയതി ഞായറാഴ്ച കടന്നു വരുന്നത്. സ്വർഗാരോഹണ സമയത്ത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രബോധിപ്പിക്കുന്നത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഒന്നാമത്, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുവാൻ നിർദ്ദേശം നൽകുന്നു. രണ്ടാമത്, ലോകമെങ്ങും നിങ്ങൾ എൻ്റെ സാക്ഷികളാകുവിനെന്ന അപ്പോസ്തോലിക ദൗത്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമത്, യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനെക്കുറിച്ച് സ്വർഗാരോഹണ സമയത്ത് മാലാഖമാർ ശിഷ്യന്മാർക്ക് അറിയിപ്പ് നൽകുന്നു. യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ വിശുദ്ധ മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ പ്രോജ്വലനത്തിനു വേണ്ടി ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ അനുതാപത്തോടെ കാത്തിരിക്കുന്ന സന്ദർഭമാണ്. അപ്പോസ്തോലന്മാർക്ക് സഹീവൻ മാളികയിൽ വെച്ച് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അവർക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നു. എന്നാൽ നമ്മെ സംബന്ധിച്ച് നമ്മിലില്ലാത്ത ഒരു പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന സന്ദർഭമല്ല ഇത്. മറിച്ച് ലഭിച്ച പരിശുദ്ധാത്മാവ്, വിശുദ്ധ മാമോദീസയിലൂടെ നാം സ്വീകരിച്ച പരിശുദ്ധാത്മാവിന്റെ പ്രോജ്വലനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ അനുതാപത്തോടെ നോക്കിപ്പാർക്കുന്ന സന്ദർഭം. അതുകൊണ്ടാണ് പെന്തിക്കോസ്തിയുടെ ക്രമം പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത് മുട്ടുകുത്തലിന്റെ ക്രമമാണ്. കാർമ്മികനും വിശ്വാസികളും ഒരുമിച്ച് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, വലിയ പ്രതിസന്ധികളുടെ നടുവിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ലോകത്ത് പകർച്ചവ്യാധി ഭീകരമായ രീതിയിൽ പടർന്നിരിക്കുന്നു. മലങ്കര സഭയെ സംബന്ധിച്ച് പരിശുദ്ധ ബാവാതിരുമേനിയുടെ രോഗാവസ്ഥ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ആഴമായ ദുഃഖത്തിന് കാരണമായിരിക്കുന്നു. ഈ സന്ദർഭം നമ്മൾ ഉള്ളുനുറുങ്ങി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. പരിശുദ്ധ ബാവാതിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൽ എല്ലാ പ്രവർത്തകരും കുഞ്ഞുങ്ങളും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മഹനീയ സന്ദർഭമായി ഈ സൺഡേ സ്കൂൾ ദിനാഘോഷം പരിണമിക്കട്ടെ. അതോടൊപ്പം തന്നെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയാക്കുവാൻ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്ന സന്ദർഭമായി ഇത് തീരണം. അതുകൊണ്ട് സൺഡേ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ ഈ വർഷം ഏറ്റവും മനോഹരമായി തീരുവാൻ ഈ സൺഡേ സ്കൂൾ ദിനാഘോഷം പ്രയോജനകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളിൽ പലരും ഓരോ ചുമതലകളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഇടവകയിൽ ഹെഡ് മാസ്റ്ററായി, അധ്യാപകരായി, ഞങ്ങളെപ്പോലുള്ള വൈദിക ശുശ്രൂഷ, ഇങ്ങനെ വിവിധ മേഖലകളിൽ വരുന്നു. ഈ കാലഘട്ടത്തെ അഭിമുഖീകരിക്കുവാൻ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നു എന്ന ബോധ്യം
നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ കരുണയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നിരാശ നിറഞ്ഞ ഈ സാഹചര്യത്തിൽ പ്രത്യാശയോടെ നമുക്ക് മുന്നേറാം. ദൈവം കൂടെയുണ്ട്. 2021 സൺഡേ സ്കൂൾ ദിനാചരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും എല്ലാ സൺഡേ സ്കൂൾ പ്രവർത്തകർക്കും ആത്മീക പ്രചോദനത്തിന് പര്യാപ്തമായി തീരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നീ പോകാൻ തന്നെ തീരുമാനിച്ചോ? പോകാതെ പറ്റില്ല. നീ ഇതുവരെ റെഡിയായില്ല? പോകണ്ടാമേ, എന്നെ ഓർത്ത് പോവാതിരുന്നൂടെ? നിന്നെ മാത്രം ഓർത്തിട്ടല്ല, നിന്നെപ്പോലുള്ള ഒരുപാട് പെൺകുട്ടികളെ ഓർത്തിട്ടാ ഞാനിത് ചെയ്യുന്നത്. നമസ്കാരം. ഞങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്. നിങ്ങൾ വഴിയിൽ വെയിറ്റ് ചെയ്താൽ മതി. ശരി. അമ്മേ, ഞാൻ ഇറങ്ങുവാ. എടീ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ? നല്ലവണ്ണം ആലോചിച്ചിട്ട് തന്നെയാ പോകുന്നത് തന്നെയാ നല്ലത്. എല്ലാവരും കൂടെ ചേർന്നെടുത്ത തീരുമാനമല്ലേ, പിന്നെന്താ ഒരു മനംമാറ്റം? അതൊക്കെ അതെ, എന്നാലും ഒരെന്നാലും ഇല്ല. അമ്മേ, ഞാൻ ഇറങ്ങുവാ. അതല്ലടാ, അവള് പോണം. അനു, നിന്റെ ഹെൽമെറ്റ് കൂടെ. ഹലോ, ഞങ്ങളിവിടെ നിപ്പുണ്ട്, ആ വളവിൻ്റെ ഇപ്പറേ, പാടത്തിന് മുമ്പ്. ശരി. അമ്മേ വേണോ? എനിക്ക് പേടിയാവുന്നു. നീ ധൈര്യമായിട്ടിരിക്കെ, ഞാനില്ലേ കൂടെ. നിങ്ങൾ വണ്ടിയിലോട്ട് കയറിക്കോ. നിങ്ങൾ ആ സ്കൂട്ടർ എടുത്ത് ഫോളോ ചെയ്യും. ഇവനെ എങ്ങനെയാ പരിചയം? പരിചയമൊന്നും ഇല്ലെന്നാ ഇവള് പറയുന്നത്. പിന്നെ സ്കൂളിൽ നിന്ന് വന്നതേ ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ടാ. അന്നേരം ഒന്നും പറഞ്ഞില്ല. പിന്നെ എന്റെ അനിയത്തിയെ വിളിച്ച് ഇവള് കാര്യം പറഞ്ഞത്. ഹലോ അനുമോളെ. ആന്റി തിരക്കിലാണോ? എന്താ മോളെ പറഞ്ഞോ. എനിക്കൊക്കെ പേടിയാകും ആന്റി. എന്താ മോളെ, എന്തു പറ്റി? ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ എന്നും ഒരു ചെറുക്ക് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് കാണുന്നതേ പേടി ആന്റി. എന്നെ എപ്പോഴും പുറകെ വന്നിട്ട് എന്നെ ഉപദ്രവിക്കുമെന്നൊക്കെ പറഞ്ഞ്. നീ എന്തായാലും അപ്പയോടും അമ്മയോട് ഈ കാര്യം പറഞ്ഞോ? അയ്യോ, നീ വീട്ടിൽ പറയൂ. നീ വീട്ടിൽ പറഞ്ഞ നിന്നെ കത്തിച്ചു കളയും കേട്ടേ. കാണിക്കാടി. എനിക്കറിയാം. മോളിങ്ങനെ പേടിക്കാതരാ, ആരും നിന്നെ ഒന്നും ചെയ്യത്തില്ല. നമുക്കൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ പേരൻസ് അല്ലേ നമ്മുടെ കൂടെ നിൽക്കുന്നത്. നീ എന്തായാലും ആദ്യം ഈ കാര്യമല്ല അമ്മയോട് തുറന്നു പറ. ബാക്കി ഇതെങ്ങനെയാ ഡീല് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് എന്നിട്ട് ഞാൻ ചേച്ചിയോട് സംസാരിച്ചോളാം. മാഡം വിളിച്ചപ്പോ ചാനലിലെ എന്തെങ്കിലും കാര്യമായിരിക്കും എന്നാ വിചാരിച്ചത്. ഇന്നലെ ഡീറ്റെയിൽസ് മനസ്സിലായത്. ആ പാടത്തിന്റെ അവിടെ നിന്നല്ലേ പറഞ്ഞേക്കുന്നത്. മോൾ ഇവിടെ ഇറങ്ങി നടന്നു. ധൈര്യമായിട്ടിരിക്കും മോളെ, ഞങ്ങളെല്ലാവരും ഇല്ല കൂടെ.
എടുക്ക്. നിക്കവിടെ. ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മുടെ ഈ വർഷത്തെ OBBSന്റെ ചിന്താ വിഷയം ദൈവഹിതം തിരിച്ചറിവിൽ, ഡിസേൺ ദ വിൽ ഓഫ് ഗോഡ് എന്നതാണ്. ഈ ചിന്താവിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള വിവിധ ക്ലാസ്സുകളാണ് ഈ 6 ദിവസം കൊണ്ട് നമ്മൾ പഠിച്ചു തീർക്കുന്നത്. ഒന്നാമത്തെ ദിവസം നിങ്ങൾ പഠിച്ചു തമ്മിൽ സമാധാനമായിരിക്കും. രണ്ടാമത്തെ ദിവസം അന്യോന്യം ഉപദേശിക്കുവിൻ എന്നതായിരുന്നു. മൂന്നാമത്തെ ദിവസമായ ഇന്നത്തെ പാഠഭാഗം അന്യോന്യം ധൈര്യപ്പെടുത്തുവിൻ എന്നതാണ്. അന്യോന്യം ധൈര്യപ്പെടുത്തുന്നതിലൂടെ മറ്റുള്ളവരിലെ നന്മയെ പ്രചോദിപ്പിക്കുവാൻ നമുക്ക് കഴിയും. അതെങ്ങനെ സാധിക്കും എന്നാണ് ഈ പാഠത്തിലൂടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്കൊരു പ്രാരംഭ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ പാഠം ആരംഭിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾക്ക് തന്ന ഈ നല്ല ദിവസത്തിനായി അങ്ങയുടെ വചനത്തോട് ബന്ധപ്പെട്ടുകൊണ്ട് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അവ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധനായ പൗലോസ്ലീഹ തെസ്സലോനിയർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ ഇപ്രകാരം ഒരു ഉപദേശം നൽകുന്നുണ്ട്. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ എന്ന്. നമ്മുടെ ഇന്നത്തെ പാഠഭാഗം ഞാൻ പറഞ്ഞു അന്യോന്യം ധൈര്യപ്പെടുത്തുക എന്നതാണ്. അന്യോന്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പരസ്പരം. പരസ്പരം എന്ന് പറയുമ്പോൾ തന്നെ നാം ഒറ്റയ്ക്കല്ല, നാം ഒരു കൂട്ടായിട്ട്. ധൈര്യപ്പെടുത്തുക എന്നതിലൂടെ അർത്ഥമാക്കുന്നത് യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മിൽ ഉറപ്പുവരുത്തണം എന്നതാണ്. അതായത് നമ്മുടെ അനുദിന ജീവിതത്തിൽ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നാം ധൈര്യമുള്ളവരായിരിക്കും. അവൻ നമ്മെ ബലപ്പെടുത്തും, നമ്മെ താങ്ങും. ഏത് ജയപരാജയങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും അവിടെയൊക്കെ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യമുള്ള വ്യക്തി ധൈര്യമുള്ളവനായിരിക്കും, അവൻ ബലവാനായിരിക്കും എന്ന വലിയൊരു സന്ദേശമാണ് ഈ 3-ാം ദിനത്തിലൂടെ നിങ്ങൾ പഠിക്കുന്നത്. ഒരു ഭവനത്തിൽ ഒരു വൃക്ഷമുണ്ടായിരുന്നു. ആ വൃക്ഷത്തിന്റെ ഇലകളൊക്കെ കൊഴിഞ്ഞു, തൊലിയൊക്കെ ഉണങ്ങി, അതിന്റെ ശിഖരങ്ങളൊക്കെ കാറ്റിൽ ഒടിഞ്ഞു വീണിരുന്നു. തായ്തടി മാത്രമാണ് അവശേഷിച്ചിരുന്നത്. നല്ല കായ്ഫലം കിട്ടുന്ന വൃക്ഷമായിരുന്നു. വീട്ടുകാരനാകെ സങ്കടത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ ആ വീട്ടിൽ വന്ന ഗുരു ഈ ഗൃഹനാഥനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഈ വൃക്ഷം ഉണങ്ങുകയില്ല, തീർച്ചയായിട്ടും ഇത് ഉണങ്ങുകയില്ല. ദിവസവും ഇതിന്റെ അടുത്ത് ചെന്ന് അതിനോടൊന്ന് സല്ലപിച്ച് അതിനിച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. ഗുരു പോയി. ഗൃഹനാഥൻ ഗുരുവിന്റെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് ദിവസവും അതിന്റെ അടുത്ത് ചെന്ന് സല്ലപിച്ച് അതിനല്പം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. അത്ഭുതമെന്ന് പറയട്ടെ, വൃക്ഷത്തിൽ നാമ്പെടുത്തു, അത് തളിർത്ത് പൂത്ത് അതിൽ കായ്കളും ഉണ്ടായി. ഇതിന് സമാനമായ ഒരു ഉപമ നമ്മൾ ബൈബിളിൽ കേട്ടിട്ടുണ്ട്. അത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ യേശുനാഥൻ ഒരു കൃഷിക്കാരന്റെ തോട്ടത്തിൽ നിൽക്കുന്ന അത്തിവൃക്ഷത്തിന്റെ ഉപമയെ കുറിച്ച് പറയുന്നുണ്ട്. ആ അത്തിവൃക്ഷത്തിന്റെ അടുത്ത് കൃഷിക്കാരൻ ഫലം അന്വേഷിച്ച് 2-3 പ്രാവശ്യം 2-3 വർഷം ചെന്നിട്ടും അതിൽ നിന്ന് ഒരു ഫലവും പ്രതീക്ഷിച്ച ഫലം ലഭിച്ചില്ല. അപ്പോൾ ആ കൃഷിക്കാരൻ തോട്ടക്കാരനോട് പറഞ്ഞു, ഈ വൃക്ഷം എന്തിനാണ് വെറുതെ നിലം പാഴാക്കുന്നത്, ഇത് വെട്ടി തീയിലെറിഞ്ഞേക്കൂ എന്ന് പറഞ്ഞു. പക്ഷെ ആ തോട്ടക്കാരൻ കൃഷിക്കാരൻ്റെ അടുത്ത് എത്തിയിട്ട് പറഞ്ഞു, അങ്ങ് എനിക്ക് 1 വർഷം കൂടി സമയം തരണം, ഞാൻ ഇതിന്റെ ചുവടൊക്കെ ഒന്ന് കിളച്ച് വളമൊക്കെ ഇട്ട് നോക്കട്ടെ. 1 വർഷവും കൂടി നോക്കിയിട്ടും ഫലം തന്നില്ലെങ്കിൽ നമുക്കിതപ്പോൾ വെട്ടിക്കളയാം. ഇതുപോലെ തന്നെ, അതായത് വൃക്ഷങ്ങൾക്ക് നല്ല സ്നേഹവും പരിചരണവും വളവും ഒക്കെ ലഭിക്കുമ്പോൾ അതിൽ നിന്ന് നല്ല ഫലങ്ങൾ കായ്ക്കുന്നത് പോലെ തന്നെയാണ് മനുഷ്യൻ. ഒരു മനുഷ്യനും ഈ ലോകത്തിൽ കഴിവുകെട്ടവനായിട്ടോ ബുദ്ധിഹീനനായിട്ടോ ദുഷ്ടനായിട്ടോ ഒന്നും ജനിക്കുന്നില്ല. അവന്റെ സാഹചര്യങ്ങളാണ് മനുഷ്യരെ വിവിധ തരത്തിലാക്കുന്നത്. ദുഷ്ടരായ മനുഷ്യർക്കും
അല്ലെങ്കിൽ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു വ്യക്തിക്കും നല്ല സ്നേഹവും പരിചരണവും ഒക്കെ ലഭിച്ചാൽ അവര് ജീവിതത്തിൽ കഴിവുള്ള വ്യക്തികളായിട്ട്, നല്ല നന്മ പുറപ്പെടുവിക്കുന്ന, നല്ല ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികളായിട്ട് മാറും. അപ്പോൾ മറ്റുള്ള സഹോദരങ്ങളെ ധൈര്യപ്പെടുത്തുവാനുള്ള വലിയൊരു വിളി. യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമുണ്ടാകും. നാം അതിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ട ഫലം എന്ന് പറയുന്നത് നമ്മുടെ സഹോദരങ്ങളെ നാം ധൈര്യപ്പെടുത്തണം എന്നതാണ്. അങ്ങനെ മറ്റുള്ളവരിലെ നന്മയെ പ്രചോദിപ്പിച്ചുകൊണ്ട് അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരിലെ നന്മയെ പ്രചോദിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. മറ്റുള്ളവർക്ക് ധൈര്യം പകരുവാനുള്ള മനോഭാവം നൽകുന്നത് ദൈവ സാന്നിധ്യമാണ്. നമ്മുടെ മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ അനുദിന ജീവിതത്തിൽ നമുക്ക് ഓരോ അവസരത്തിലും നമ്മൾ ധൈര്യം നൽകുന്നവരാണ്, അല്ലെ? നമ്മുടെ പരാജയങ്ങളിലൊക്കെ നമ്മൾ തളർന്നു പോകുമ്പോൾ അതിൽ നമ്മൾ തളരാതെ നമുക്ക് ആവശ്യമായ ധൈര്യം തന്നുകൊണ്ട് വീണ്ടും ശ്രമിക്കുവാനുള്ള പ്രോത്സാഹനമൊക്കെ നൽകുന്നവരാണ് നമ്മുടെ മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ. അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ ധൈര്യം ഉള്ളവരായിട്ട്, അതായത് സമൂഹത്തിലെ തിന്മയ്ക്കെതിരെ ശബ്ദമുയർത്തുക എന്ന വലിയൊരു സന്ദേശം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. അതായത് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്, യേശുനാഥൻ പരീശന്മാരെയും ശാസ്ത്രിമാരെയും ഒക്കെ കപട ഭക്തന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് തിന്മയ്ക്കെതിരെ ശബ്ദമുയർത്തി. അതുപോലെ ദേവാലയത്തിൽ നിന്ന് കച്ചവടക്കാരെ ചാട്ടവാറുകൊണ്ട് അടിച്ചു പുറത്താക്കുന്ന യേശു ക്രിസ്തു, അദ്ദേഹം സൗമ്യനായിരിക്കുക മാത്രമല്ല തിന്മയ്ക്കെതിരെ പ്രതികരിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റൊരു ദൈവപുരുഷനാണ് സ്നാപകയോഹന്നാൻ. അന്നത്തെ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കും കപട ആചാരങ്ങൾക്കുമൊക്കെ എതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് സർപ്പസന്തതികളെ വരുവാനിരിക്കുന്ന കോപത്തിൽ നിന്നും ഓടിയകലുവാൻ ആര് നിങ്ങളെ പഠിപ്പിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹെറോദോ എന്ന ഗവർണറിനോട് അവന്റെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് സ്വന്തം ശിരസ് പോലും നഷ്ടപ്പെട്ടവനാണ് സ്നാപകയോഹന്നാൻ. അതുപോലെ പഴയ നിയമത്തിലെ ഒരു പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ ആഹാബ് രാജാവിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയായ ഇശബേലിന്റെയും യഹോവയെ ധിക്കരിച്ചുകൊണ്ട്, യഹോവയുടെ കൽപ്പനകൾ തെറ്റിച്ചുകൊണ്ട് ബാലിന്റെ വിഗ്രഹാരാധന നടത്തിയതിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ആ സമൂഹത്തിൽ നിലനിന്നിരുന്ന ആഹാബ് രാജാവിന്റെ ചെയ്തികൾക്കെതിരെ ശബ്ദമുയർത്തിയ ഏലിയ പ്രവാചകൻ. അങ്ങനെയുള്ള വിവിധ വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലും നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? അതായത് നിങ്ങളുടെ ചാപ്റ്ററിൽ ഒരു പുസ്തകത്തില് ഒരു പടമുണ്ട്, മലാല യൂസഫ്സായ് എന്ന ധീര വിദ്യാർത്ഥിനിയുടെ, അല്ലെ? മലാലയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പാകിസ്ഥാനിലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന ആക്ടിവിസ്റ്റും ഫെമിനിസ്റ്റും അതുപോലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ 17ാമത്തെ വയസ്സിൽ നൊബേൽ സമ്മാനം നേടിയ വ്യക്തിയും കൂടിയാണ് മലാല യൂസഫ്സായ്. ആ പെൺകുട്ടി ആ തിന്മയ്ക്കെതിരെ, പാകിസ്ഥാനിലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ അടിച്ചമർത്താൻ ശ്രമിച്ച തിന്മയ്ക്കെതിരെ പ്രതികരിച്ചപ്പോൾ 2012 ഒക്ടോബർ 9 അവൾക്കെതിരെ ഒരു വധശ്രമം ഉണ്ടായി. ആ വധശ്രമത്തിൽ തലയ്ക്കും അതുപോലെ തന്നെ കഴുത്തിനുമൊക്കെ ഗുരുതരമായി പരിക്കേറ്റ് മാസങ്ങളോളം ഹോസ്പിറ്റലിലായിരുന്നു. അങ്ങനെ പാകിസ്ഥാന്റെ ആദ്യത്തെ സമാധാനത്തിനുള്ള ദേശീയ പുരസ്കാരവും മലാല നേടി. അങ്ങനെ തിന്മയ്ക്കെതിരെ പ്രതികരിക്കുമ്പോൾ നമുക്ക് പല എതിർപ്പുകളും നേരിടേണ്ടി വരും. പക്ഷേ അതിനെതിരെ പ്രതികരിക്കുവാനുള്ള ശക്തി നമുക്ക് നൽകുന്നത് ദൈവമാണ്. ദൈവ സാന്നിധ്യമാണ് നമ്മളിൽ തിന്മയ്ക്കെതിരെ പ്രതികരിക്കുവാനുള്ള ധൈര്യം നൽകുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് മാതൃകയായി തീർന്നുകൊണ്ട് മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുവാനും അവരെ പ്രചോദിപ്പിക്കുവാനും ഒക്കെയുള്ള വലിയൊരു വിളി നമുക്കുണ്ട്. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചു അന്യോന്യം ധൈര്യപ്പെടുത്തുക. ഇന്ന് ഏറ്റവും അധികം ടെൻഷൻ നേരിടുന്ന സമൂഹം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളാണ്. പരീക്ഷ പേടി, അതുപോലെ തന്നെ ഫുൾ A+ കിട്ടുമോ എന്നുള്ള പേടി, അത് മാതാപിതാക്കൾക്കുണ്ട്. ആ ഒരു പ്രഷർ ഭയങ്കരമായിട്ട് താങ്ങുന്നത് വിദ്യാർത്ഥികളാണ്. അപ്പൊ ഇങ്ങനെയൊന്നും ടെൻഷൻ അടിക്കേണ്ട, മാർക്ക് കുറഞ്ഞ ഉടനെ ആത്മഹത്യ അല്ലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോവുക, അങ്ങനെയുള്ള പ്രവണതകളൊക്കെ വിദ്യാർത്ഥികൾ കാണിക്കുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് വേണ്ടത് ദൈവ സാന്നിധ്യം. ആ ദൈവ സാന്നിധ്യം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. പരാജയപ്പെട്ടാൽ തന്നെ അത് നമ്മുടെ നാശത്തിനല്ല, എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കാനുള്ള ദൈവം നമ്മോട് കൂടിയുണ്ട്. ആ ഒരു ശുഭാപ്തി വിശ്വാസം നമുക്ക് വേണം. അപ്പൊ അതിനുവേണ്ടി ദൈവ സാന്നിധ്യം നമ്മിൽ ഉറയ്ക്കണം. ദൈവ സാന്നിധ്യം നമ്മിൽ ഉറയ്ക്കുവാൻ ചെറിയൊരു പ്രാക്ടീസ് ഉണ്ട്.
അത് ജീസസ് പ്രയർ, അതായത് ഹൃദയ പ്രാർത്ഥന എന്ന് പറയും. അത് ഇപ്രകാരമാണ്: യേശുവേ നാഥ, പാപിയായ എന്നോട് കരുണ ചെയ്യണമേ. ഈ പ്രാർത്ഥന എല്ലാ ദിവസവും രാവിലെ, അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുൻപും നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ദൈവ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കും. എല്ലാ ദിവസവും നിങ്ങളതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. പ്രാർത്ഥന ഇതാണ്: യേശുവേ നാഥ, പാപിയായ എന്നോട് കരുണ ചെയ്യണമേ. ഇങ്ങനെ 5 പ്രാവശ്യം രാവിലെയും രാത്രിയിലും പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രമിക്കണം. ഇന്നത്തെ നമ്മുടെ വാക്യം ഇതാണ്: എബ്രായർ 10-ാം അധ്യായം അതിന്റെ 24-25 വാക്യങ്ങൾ. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുന്നു. ഈ വാക്യം എല്ലാവരും ഒന്ന് എഴുതി പഠിക്കണം. ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്കൊരുങ്ങാം. ദൈവമേ, സമൂഹത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള നല്ല മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തി നൽകണമേ. മറ്റുള്ളവർക്ക് ധൈര്യം പകർന്ന് അവരുടെ ജീവിതത്തിന് പ്രയോജനമുണ്ടാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ദൈവാശ്രയത്തോടുകൂടി സ്വയം ശക്തി ധൈര്യമുള്ളവരായി തീരുവാനും അതുപോലെ മറ്റുള്ളവർക്ക് ധൈര്യം പകർന്നു കൊടുക്കുവാനും സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ദൈവത്തിൻ്റെ സ്തുതി. കൊച്ചി ഭദ്രാസനാധിപൻ അഭിമന്യ ഡോക്ടർ യാക്കോമാർ എറിയസ് തിരുമേനി, കൊച്ചി ഭദ്രാസനത്തിൻ്റെ സൺഡേ സ്കൂൾ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജിജി വർഗീസ് അച്ഛൻ, മറ്റു വൈദിക ശ്രേഷ്ഠരെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമാണ്. കോവിഡ് എന്ന മഹാവ്യാധിയിലും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും ഓൺലൈനായി OBBS നടത്തുവാൻ കർത്താവിൽ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വർഷത്തെ OBBS തീം ദൈവഹിതം തിരിച്ചറിവിൻ എന്നുള്ളതാണ്. ഓൺലൈനായി നടത്തുന്ന OBBS ക്ലാസുകൾ അധ്യാപകരും
കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ കഴിയുന്നത്ര രക്ഷിതാക്കളും പ്രയോജനപ്പെടുത്തേണ്ടതാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ മാന്യ വ്യക്തിത്വങ്ങളോടും ചുവന്നുകൊണ്ട് ജില്ലയുടെ പേരുള്ളതായ എല്ലാ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ജീസസ്. തിരുനാമത്തിന് മാറ്റമുണ്ടാകട്ടെ. ഞാൻ ബിൻസി എൽദു, കൊച്ചി ഡയോസിസിലെ ചുവന്നമണ്ണ് ഡിസ്ട്രിക്ട് സെക്രട്ടറിയാണ്. ഈ കോവിഡ് എന്ന മഹാമാരിയിൽ നമ്മെ താങ്ങി നിർത്തിയ ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുന്നതോടൊപ്പം ഈ വർഷത്തെ OVBSന് എല്ലാ മംഗളാശംസകളും നേരുന്നു.